ജനസാഗരമാകെ ഒഴുകിയെത്തുന്നു. പൊതുപ്രവർത്തകർ, സാധാരണക്കാർ, നാട്ടുകാർ, മനുഷ്യരുടെ ആകെ ഒരു കണ്ണീർ സംഗമമായി മാറുകയാണ് തേവലക്കര ബോയ്സ് സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. മിഥുനെ യാത്രയാക്കിയാണ്. ഇങ്ങനെ സങ്കട കണ്ണീരോടെ നമ്മൾ യാത്രയാക്കി എത്രയെത്ര പേരുണ്ട്. Otherwise, Mudhut was quite passionate to join the NCC. That's why we are here to, respect his spirit. He was already in the process of enrolling into the NCC. A very sad, unfortunate day for us all. Have you seen him? No, unfortunately, he is not yet enrolled in the NCC. It is in the process of that. My staff have seen him, but he is quite motivated to join the NCC and, armed forces. That is what I was told. Thank you. ഫസ്റ്റ് ഒബേ ദെൻ ക്വസ്റ്റ്യൻ. അതാണ് NCCയിൽ സാധാരണ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുക, ആദ്യം അനുസരിക്കുക, പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. അതാണൊരു പരിശീലന രീതി. NCCയിൽ അദമ്യമായ താല്പര്യമുണ്ടായിരുന്നു മിഥുന്. NCC ഉള്ള സ്കൂളിൽ ചേർക്കണമെന്നതായിരുന്നു വീട്ടുകാരോട് ആവശ്യപ്പെട്ടത്. NCC ഉള്ള തേവലക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെ മിഥുനെ 8ാം ക്ലാസ്സിൽ ചേർക്കുകയും ചെയ്തു. 7ാം ക്ലാസ് വരെ മറ്റൊരു സ്കൂളിലായിരുന്നു. NCCയിൽ ചേരുകയെന്നാൽ സൈന്യത്തിലേക്ക് എത്താനുള്ളൊരു വഴി എന്ന നിലയിലാണ് മിഥുൻ കണ്ടത്. NCC എന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്കൊരു ആത്മാഭിമാനമാണ്. നമ്മുടെ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ്, പരിശീലനമാണ് NCC എന്നത്. NCCയിൽ ചേരുന്നത് തന്നെ പലരും പട്ടാളത്തിലേക്ക് പോകാം, സൈന്യത്തിലേക്ക് പോകാം, ഒരു ധീര സ്വഭാവത്തിൽ ജീവിക്കാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ ഇപ്പോൾ NCCയുടെ കമാൻഡിംഗ് ഓഫീസർ ഉൾപ്പെടെ നേരിട്ടെത്തുകയാണ്. അത്രത്തോളം ഇഷ്ടമായിരുന്നു മിഥുന് NCCയിൽ ചേരുക എന്നത്, വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഈ തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് എത്തിയത്. അതിന് പിന്നാലെയാണ് ഈ ദുരന്തമുണ്ടായത്. തീർച്ചയായിട്ടും രതീഷ്, കാരണം മിഥുനെ സംബന്ധിച്ചിടത്തോളം അവന് വലുതാകുമ്പോൾ ഒരു സൈനികനാകണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹത്തിൻ്റെ പേരിലാണ് അവൻ ഈ സ്കൂളിലേക്ക് തന്നെ എത്തുന്നത്. ഏതായാലും ആ ആഗ്രഹത്തിന് അവൻ്റെ മരണ ദിവസമെങ്കിലും അത്തരത്തിൽ അദ്ദേഹം ഇപ്പോൾ അല്പം മുമ്പ് നമ്മോട് സംസാരിച്ചിരുന്നു. 7th ബറ്റാലിയൻ്റെ കമാൻഡൻ്റാണ് അദ്ദേഹം സംസാരിച്ചപ്പോഴും അവൻ വളരെ മികച്ച ഒരു കുട്ടിയായിരുന്നു, മികച്ചൊരു വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം അല്പം മുമ്പ് നമ്മോട് പ്രതികരിച്ചത്. അവൻ NCCയിൽ എൻറോൾ ചെയ്യപ്പെട്ടിരുന്നു. അതിന് വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരികയായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. NCCക്കും അതൊരു തീരാ നഷ്ടമാണ് എന്ന കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം അല്പം മുമ്പ് നമ്മോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. NCC പ്രതിനിധീകരിച്ചുകൊണ്ട് ആളുകൾ, വലിയ കമാൻഡൻ്റ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരാണ് കാണുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നത്.